ആ ഇമാമിങ്ങളെ മുറുകെ പിടിച്ചാലോ ഖുർആൻ പറഞ്ഞില്ലേ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഭക്തിയുള്ള ആളുകൾക്ക് ഞങ്ങളെ ഇമാമിങ്ങളാക്കണേ എന്ന് അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ദുആ ചെയ്യുന്നു ഖുർആൻ. അപ്പൊ ആ വലിയ അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങളായ ഔലിയാക്കളായ ഇമാമിങ്ങൾ അവർ വലിയ മഹാന്മാരാണ്. അവർ ദുനിയാവിന് വേണ്ടി ജീവിച്ചവരല്ല, അവർ ആഖിറത്തിന് വേണ്ടി ജീവിച്ചവരാ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, പെരുന്നാൾ അടുത്തപ്പോ എന്റെ ഭാര്യ പറഞ്ഞു പെരുന്നാൾ എടുത്തു പൈസയും പണമൊന്നും ഇല്ലാതെ ശരിയാവില്ല, നമുക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും ഒക്കെ നിങ്ങൾ സാധാരണ വാങ്ങിത്തരുന്ന ആരോടും കടം വാങ്ങിയിട്ടെങ്കിൽ വേണോ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ മെല്ലെ പോയിട്ട് ഒരാളോട് 70 ദീനാറ് കടം വാങ്ങി, സ്വർണ്ണമാണ് 70 കൊണ്ടുവന്നിട്ട് 50 ദീനാറ് ഞാൻ ഉടനെ തന്നെ എന്റെ കുടുംബത്തിലുള്ള പാവപ്പെട്ടവർക്കൊക്കെ വിതരണം ചെയ്ത് വീട്ടിലേക്ക് സാധനം വാങ്ങാൻ 20 ദീനാറ് ധാരാളം. 70 കടം വാങ്ങിയിട്ട് 50 സദഖ ചെയ്തു, 20 അവിടെ വെച്ചു. അപ്പൊ ഖുറൈശി തറവാട്ടിൽ പറ്റ ഒരാള് സുബ്ഹാനല്ലാഹ്, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ തറവാടല്ലേ, ആ തറവാട്ടിൽപ്പെട്ട ഒരു സാധു മനുഷ്യൻ വന്നിട്ട് വല്ലാത്ത വിഷമോന്ന്. അപ്പൊ ഞാൻ എന്റെ സംഭവമൊക്കെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയപ്പോഴുള്ളത് 70 കടം വാങ്ങിക്കൊണ്ടുവന്ന് 50 തീർന്നില്ല, ഇനിയിപ്പോ 20 ഉള്ളൂ. അപ്പൊ ഇയാളെ സങ്കടം പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ അതിൽ എടുത്തോളൂ. ഇയാളൊരു ഇതെനിക്ക് മതിയാവില്ല എന്നാ തീർത്തു എടുത്തു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സദഖയാ തീർത്തും അങ്ങോട്ട് കൊടുത്തു. ഞാനിങ്ങനെ വീട്ടിലിരുന്നു രാത്രി, അപ്പോഴുണ്ട് യഹ്യൽ ബർമക്കി എന്ന് പറയുന്ന ഒരാള് പറഞ്ഞേച്ചിട്ടുണ്ട്, അദ്ദേഹം മന്ത്രിയാ. ഒരാളെ പറഞ്ഞേച്ചിട്ടുണ്ട്, എന്തിന് എന്നോടങ്ങ് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനല്ലേ, നമുക്ക് തീവ്രവാദവും ഭീകരവാദവും ഒന്നുമില്ലല്ലോ, മന്ത്രി വിളിച്ചാലും പോവൊക്കെ ചെയ്യും. അങ്ങനെ പോയപ്പോ അദ്ദേഹം ചോദിച്ചു എന്തെങ്ങളെ കഥ. ഞാൻ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഒരാൾ വിളിച്ചു പറയുന്നു ഇമാം ഷാഫിയെ ശ്രദ്ധിക്കണേ, ഇമാം ഷാഫിയെ ശ്രദ്ധിക്കണേ. ഞാൻ രണ്ടാമത് ഉറക്കം കഴിഞ്ഞ് പിന്നെയും കിടക്കും, പിന്നെയും പറഞ്ഞു ഇമാം ഷാഫിയെ ശ്രദ്ധിക്കണേ. പിന്നെയും ഞാൻ കിടന്നു നോക്കും, പിന്നെയും പറഞ്ഞു ഇമാം ഷാഫിയെ ശ്രദ്ധിക്കണേ. എന്തെങ്ങളെ കഥ? ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നടന്ന സംഭവമൊക്കെ അങ്ങ് വിവരിച്ചു കൊടുത്തു. അദ്ദേഹം ഉടനെ തന്നെ 500 ദീനാർ എടുത്തുകൊണ്ടുവന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അങ്ങ് കൊടുത്തു. നേരത്തെ 50 ദീനാർ ആദ്യം സദഖ ചെയ്തത്, അതേ 500 ദീനാർ അങ്ങോട്ട് കൊടുത്തു. 500 ദീനാർ ഹദിയ കിട്ടിയപ്പോ അതും കൊണ്ട് ഷാഫി ഇമാം ഇറങ്ങാൻ പോവാണ്. ഹദിയ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ഇറങ്ങാൻ പോവാണ്. അപ്പൊ പോല്ല, കുറച്ചും കൂടി തരാം. പിന്നെയും കൊണ്ടുവന്ന് 500 ദീനാർ പിന്നെയും കൊടുത്തു. ഇറങ്ങാന്നൊക്കെ പറഞ്ഞു പോല്ല, കുറച്ചും കൂടി തരാം. പിന്നെയും കൊണ്ട് കൊടുത്ത് 500, അതുകൊണ്ട് ഇറങ്ങാൻ പോല്ല, കുറച്ചും കൂടി തരാം. അങ്ങനെ 2000 ദീനാർ സ്വന്തം വീട്ടിലരി വാങ്ങാൻ വെച്ച 20 ദീനാറിന് പകരം 2000 ദീനാർ ഹദിയ കിട്ടി. സുഹൃത്തുക്കളെ, അവർ അല്ലാഹുവിലേക്ക് മാത്രമേ മനസ്സ് തിരിച്ചിട്ടുള്ളൂ, സൃഷ്ടികളിലേക്ക് മനസ്സ് തിരിച്ചിട്ടില്ല. അവരെ ഖബറിൽ കിടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഖബറിൽ കിടന്നുകൊണ്ട് ആ ഇമാമിങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും അവർക്ക് വേണ്ടി നിർദ്ദേശം നൽകുകയാണ്. കാരണം അതൊരു സാധാരണ നേതാവല്ല. അതുകൊണ്ടല്ലേ ലോകം മുഴുക്കയുള്ള മുസ്ലിമീങ്ങൾ ഓരോ ദിവസവും 5 നേരം ആ നേതാവിനെ വിളിക്കുന്നു, സലാം പറയുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ലോകത്തെവിടെയെങ്കിലും വല്ല നേതാക്കളുമുണ്ടോ, വല്ല പാർട്ടിക്കുമുണ്ടോ, വല്ല കക്ഷിക്കുമുണ്ടോ? അതേ 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞിട്ടും അതാ കോടിക്കണക്കിന് അനുയായികൾ 5 നേരം, അതേ 5 നേരം മാത്രമല്ല 5 നേരം നിർബന്ധമായി തന്നെ വിളിച്ച് സലാം പറയുന്ന, ആശംസ പറയുന്ന, സമാധാനത്തിന്റെ സന്ദേശം പറയുന്ന ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് പറയുമ്പോ മദീനയിലല്ലേ പറയുന്നത്, കാസർഗോഡ് എന്നല്ലേ എന്ന ചിന്തയില്ല മുസ്ലിമീങ്ങൾക്ക്. കാരണം അവിടുന്ന് തന്നെ പറഞ്ഞതാണ്, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹിസ്സലാം. എന്റെ വഫാത്തിന് ശേഷം എവിടുന്ന് എനിക്കാര് സലാം പറയുന്നുണ്ടോ
അവർക്ക് സലാം മടക്കാനുള്ള സംവിധാനം എന്റെ റബ്ബെനിക്ക് ചെയ്തു തന്നിട്ടുണ്ടാകും, എന്റെ റൂഹിനെ മടക്കി തന്നിട്ടുണ്ടാകും. ആര് സലാം പറഞ്ഞാലും ഞാൻ ആ സലാം മടക്കും കേട്ടോ. അതിന് ദൂര വ്യത്യാസമില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമല്ലോ, വായു കടക്കാത്ത സ്ഥലത്തേക്ക് ശബ്ദം കടക്കൂല. വായു കടക്കാത്ത സ്ഥലത്തേക്ക് ശബ്ദം കടക്കൂല. പക്ഷേ ഖബറിൽ കിടന്നാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം. അതാ ഒരു മനുഷ്യൻ മരിച്ച് ഖബറിൽ വെച്ചാൽ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്നവരുടെ ചെരിപ്പിന്റെ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖബറിലേക്ക് വായു കടക്കണമെന്നില്ല, ശബ്ദം കേൾക്കാനുള്ള സംവിധാനം ഖബറിൽ കിടക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഖബറിലുള്ളവരെ നമ്മൾ വിളിച്ച് സലാം പറയാറുണ്ട്. പറയല് മാത്രമല്ല, ഖബറിലുള്ളവരെ വിളിക്കാറുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുക എന്നത് നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണ്. സ്നേഹം എന്നത് പിന്തുടരലല്ല, പക്ഷേ പിന്തുടരൽ സ്നേഹത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണ്. അതെ, എന്റെ ബാപ്പ നീ ഒരു സ്ഥലത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാതിരിക്കുന്നത് ബാപ്പയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. എന്റെ ഉസ്താദ് നീ രാവിലെ സുബഹിക്ക് ശേഷം അരമണിക്കൂർ ഖുർആൻ ഓതണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഓതുന്നത് ഉസ്താദിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഒരു ദിവസം മടി കൊണ്ടൊരു മുത്തഅല്ലിം ഓതില്ലേ സ്നേഹം ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനെയല്ലേ ചില മുത്തഅല്ലിമീങ്ങൾ ഉസ്താദ് നാട്ടിൽ പോയാൽ അന്ന് ചിലപ്പം ഖുർആൻ ഓതൂല. അതുകൊണ്ട് ഉസ്താദിനോട് സ്നേഹം ഇല്ല അറിയാൻ പറ്റുമോ? ആ ഉസ്താദിനെ ഒരാൾ ചീത്ത പറഞ്ഞാൽ അപ്പൊ കാണാം ആ മുത്തഅല്ലിമിന്റെ മുഖവും അദ്ദേഹത്തിന്റെ വിഷമൊക്കെ സ്നേഹമുള്ളതുകൊണ്ടാണ്. പക്ഷെ മടിയനായിട്ട് ഓതിയില്ല എന്നേ ഉള്ളൂ. അതുപോലെ നമ്മളെ കൂട്ടത്തിൽ നമുക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമുണ്ട്. ചിലപ്പോൾ ചില സുന്നത്തെല്ലാം നമ്മൾ മടിയന്മാരായിട്ട് ഒഴിക്കാറുണ്ട്. അത് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. സ്നേഹം എന്ന് പറയുന്നത് വേറൊരു സംഗതിയാ. അനുസരിച്ചതുകൊണ്ട് സ്നേഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു മേലുദ്യോഗസ്ഥൻ ഒരു കീഴുദ്യോഗസ്ഥനോട് നാട്ടുച്ച വെയിലത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ടാരോ കാപ്പി എന്ന് പറഞ്ഞു. അവൻ കാപ്പി വാങ്ങാൻ തലയും കുഴിച്ച് പോവുകയാണ്. പക്ഷെ പോകുന്ന സമയത്തല്ലോ ഈ ഹമുക്കെന്നെ പറഞ്ഞൊരു സമയോ, ഇത് സ്നേഹ? അത് സ്നേഹമല്ല, അനുസരണാണ്, സ്നേഹമില്ല. അതേ സമയത്ത് ബാപ്പ ഒരു കാര്യം പറഞ്ഞിട്ട് മടിയനായിട്ട് പോയിട്ടില്ല. പക്ഷെ ബാപ്പാൻ ഒരാൾ കുറ്റം പറഞ്ഞു നോക്കണ്ടേ, അവന്റെ ആ സ്നേഹം കാണണമെങ്കിൽ അല്ലേ? അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് അത് വെറും അനുസരണത്തിൽ മാത്രമല്ല. അനുസരിക്കലും പിന്തുടരലും സ്നേഹത്തിന്റെ അടയാളങ്ങളിൽ ഒന്ന്. പൂർണ്ണ സ്നേഹമുള്ളവൻ പൂർണ്ണമായി പിന്തുടരും. സഹാബത്തും അയിമ്മത്തും ഒക്കെ അങ്ങനെ പിന്തുടർന്നവരാണ്. സുഹൃത്തുക്കളെ, നമുക്കും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സ്നേഹമില്ലെങ്കിൽ നബി തങ്ങൾ പടുത്തുയർത്തിയ കെട്ടിടം പൊളിക്കാൻ നോക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളോടൊരാൾക്ക് സ്നേഹമില്ലെങ്കിൽ നമ്മളെ വീട്ടിന് കല്ലെറിയും. നമ്മളോട് കടുത്ത ശത്രുതയുണ്ടെങ്കിൽ നമ്മളെ വീട്ടിന് കല്ലെറിയാൻ നോക്കും. ചിലപ്പോൾ നമ്മളെ വാഹനം തകർക്കാൻ നോക്കും. അതേ, നമ്മളോട് വലിയ വെറുപ്പുള്ള ഒരു മനുഷ്യൻ നമ്മുടെ വസ്ത്രം കീറാൻ നോക്കും. കീറിയെന്ന് കണ്ടാൽ വലിയ സന്തോഷം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ വീട് ഇടിവെട്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവില്ലേ? വെറുപ്പുള്ളവൻ, ശത്രുതയുള്ളവൻ അങ്ങനെയല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശത്രുതയുള്ളവൻ ഹബീബായ നബിയുടെ സുന്നത്ത് പൊളിക്കാൻ നോക്കും. നബി തങ്ങളുടെ സുന്നത്ത് ചര്യ പൊളിക്കാൻ നോക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. നബി തങ്ങൾ പഠിപ്പിക്കുന്ന സുന്നത്ത്. അതിന് പകരം നിങ്ങൾ പള്ളിയിൽ പോണോന്ന് പെണ്ണുങ്ങളോട് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, റസൂലുള്ളാഹിന്റെ ബിൽഡിംഗ് തകർക്കുന്നവനാണ്. നബി തങ്ങൾ മുൻപല്ല് പൊട്ടിത്തെറിച്ചു പോറ്റിയ ദീനാണിത്. അവിടുന്ന് പടുത്തുയർത്തിയ ഈ ദീനുൽ ഇസ്ലാമാകുന്ന കെട്ടിടം അത് തകർക്കും
തകർക്കാൻ ഉദ്ദേശിച്ചവനാണ്. അല്ലാഹുവിന്റെ റസൂല് വീടാണ് ഖൈറെന്ന് പറയുമ്പോ, സ്ത്രീകളോട് പള്ളിയാണ് ഖൈറെന്ന് പറയുമ്പോ, ജമാഅത്തിന് പള്ളി പോകണമെന്ന് പറയുമ്പോ മനസ്സിലാക്കണം, അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ വിരോധിയാണ്. നബി തങ്ങൾ ഉണ്ടാക്കിയ കെട്ടിടം തകർക്കാൻ നോക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ. കാലം കുറെ മുന്നോട്ട് പോകുമ്പോ തർക്ക വിതർക്കങ്ങൾ നിങ്ങൾ കാണും, അഭിപ്രായ ഭിന്നതകൾ കാണും. ആ സമയത്ത് നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണേ. സ്ത്രീകൾക്ക് വീടാണ് നിസ്കാരത്തിന് ഞാൻ പഠിപ്പിച്ച സുന്നത്ത്, അത് വിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് ഭാര്യമാരെ അയക്കരുതേ, സ്ത്രീകൾ പോകരുതേ. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗം ലഭിച്ചവരാണ് എന്റെ പ്രതിനിധികളായ ഖുലഫാക്കൾ, അവരുടെ നടപടിയും മുറുകെ പിടിക്കണേ. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാബീഹ് നിസ്കാരം 20 റക്അത്ത് ജമാഅത്തായി പുനഃസംഘടിപ്പിച്ച് കാണിച്ചു തന്നതിനാൽ അന്ന് മുതൽ ഇന്ന് വരെ മക്കയിലും മദീനയിലും 20 റക്അത്ത് തറാബീഹ് അത് തകർത്ത് 8ഓ 11ഓ ആക്കുമ്പോൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പടുത്തുയർത്തിയ ബിൽഡിംഗ് തകർക്കാൻ വന്നവനാണ്. ഇതുപോലെ സഹീഹുൽ ബുഖാരിയിലല്ലേ ഉള്ളത്, മഹാനായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഹബീബായ നബി തങ്ങളെ കൂടെ ഹജ്ജിന് പോയ സഹാബി. ആ സായിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളല്ലേ പറഞ്ഞത്, ഫസബത്തൽ അംറു അലാ ദാലിക. ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമുഅ നിസ്കാരത്തിന് 2 ബാങ്ക് പഠിപ്പിച്ചപ്പോൾ അതേ നിലക്ക് ഒരു സഹാബിക്കും തർക്കമില്ലാതെ, ഒരു ഇമാമിനും തർക്കമില്ലാതെ ജുമുഅക്ക് 2 ബാങ്ക് തന്നെ. അത് ഒന്ന് എടുത്തു കളയണമെന്ന് വാദിക്കുമ്പോ മനസ്സിലാക്കാം, നബിയും സഹാബത്തും പടുത്തുയർത്തിയ ബിൽഡിംഗ് തകർക്കുന്നവൻ തന്നെ. സുഹൃത്തുക്കളെ, അവര് പടുത്തുയർത്തിയ ആ ബിൽഡിംഗ് തകർക്കുന്നവനെ കാണുമ്പോ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവനെ കാണുമ്പോ, അതിനു വേണ്ടി പ്രചരണം നടത്തുന്നവനെ കാണുമ്പോ അവനോട് മനസ്സിന് താല്പര്യമില്ല, സന്തോഷമില്ല, അവനെ കല്യാണത്തിന് വിളിക്കുന്നില്ല, അവന് മകളെ കെട്ടിച്ചു കൊടുക്കുന്നില്ല. അപ്പ മനസ്സിലാകും റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ട്. അങ്ങനെയല്ലേ ചിലപ്പോ ബാപ്പ പറഞ്ഞതുപോലെ പോയിട്ടില്ലെങ്കിലും ആ ബാപ്പ പടുത്തുയർത്തിയ വീട് തകർക്കാൻ ഒരാൾ വരുമ്പോ അവനോട് മനസ്സിൽ വല്ലാത്ത വിഷമം തന്നെ. അവനെ അതാ വീട്ടിലേക്ക് സൽക്കാരത്തിന് വിളിക്കുന്നില്ല, അവൻ വിളിച്ചാ പോകുന്നുമില്ല. അത് ബാപ്പയോടുള്ള സ്നേഹമല്ലേ? അത് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ റസൂലുള്ള പഠിപ്പിച്ച ദീന് തകർക്കുമ്പോ അവർക്കെതിരെയുള്ള മനസ്സും അവരെ മാറ്റി നിർത്താനുള്ള മനസ്സും അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം തന്നെ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിരറ്റ സ്നേഹമുണ്ടോ? എങ്കിൽ പരമാവധി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക എന്നത് അതിന്റെ അടയാളമാണ് കേട്ടോ. അതോടുകൂടി നബി തങ്ങൾക്കെതിരെ ആര് തിരിയുന്നുണ്ടോ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ലസ്തു മിഥലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ അല്ല. മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല.
ഇനി നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാലോ ആ പറയുന്നവനോട് സന്തോഷമില്ല, സ്നേഹമില്ല. കാരണം നബിയെ ഇകഴ്ത്തി പറഞ്ഞവനാണ്. ആ നബിയെ ഇകഴ്ത്തി പറഞ്ഞവനോട് മനസ്സിന് താല്പര്യമില്ല. നബി തങ്ങളെ സ്നേഹിച്ചാ പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയത്തെയും സ്നേഹിക്കണം. അതാണ് സ്നേഹം. പറയാൻ സമയമില്ല, നിങ്ങൾക്ക് സദസ്സിൽ കിട്ടും. ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദ് എന്ന സൂറത്ത് ഞാൻ 2 ദിവസം പ്രസംഗിച്ചു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്ക അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച നാട്. ആ നാട്ടിന്റെ ബഹുമാനം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി സത്യം ചെയ്യുകയാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഏതാണ് ആ നാട്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട്. ഓ നബിയെ, തങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങിയിരിക്കെ, തങ്ങളുടെ നാടല്ലേ ഇത്, ഈ നാട്ടിനെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. അല്ലാഹു തആല മക്ക ശരീഫിനെ മുൻനിർത്തി സത്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഞാനത് വിശദമായി ആ സൂറത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 40 രൂപ കൊടുത്താൽ കിട്ടും. വിശദമായി കേൾക്കാൻ കൂടുതൽ സമയം പ്രസംഗിക്കാൻ കഴിയില്ല. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം മുൻനിർത്തി സത്യം ചെയ്തു, അവിടുത്തെ മുൻനിർത്തി സത്യം ചെയ്തു, അവിടുത്തെ കുടുംബത്തെ മുൻനിർത്തി സത്യം ചെയ്തു. അങ്ങനെയല്ലേ വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ. അതിന് ഒരുപാട് തഫ്സീറുകളുണ്ട്. ആ സൂറത്ത് ഞാൻ പ്രസംഗിച്ച CD ഉണ്ട്, 40 രൂപ കിട്ടും. അതിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, ആ ഖദീജ ബീവിയെ അനുസ്മരിക്കുന്ന ചരിത്രങ്ങളടങ്ങുന്ന സൂറത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അതാദ്യമായി ഇറങ്ങിയ ആയത്താണ്. ആ സൂറത്ത് വിവരിച്ച പ്രസംഗത്തിന്റെ CD ഉണ്ട്. 3 വാങ്ങുമ്പോൾ 100 രൂപ കൊടുത്താൽ ലഭിക്കും. വിശദമായി കേൾക്കേണ്ടവർക്ക് CD-കൾ കേൾക്കാം. ഞാൻ വളരെ ചുരുക്കി ഇപ്പോൾ പറയുകയാണ്. പിന്നെ ഞാൻ സംഖ്യ അടക്കം പറഞ്ഞ് നിങ്ങളെ ശ്രദ്ധ മാറാതിരിക്കാൻ, അല്ലെങ്കിൽ CD കൊണ്ടിരുമ്പോൾ ഇതിനെത്ര വില എന്ന് ചോദിച്ച് നിങ്ങളെ ശ്രദ്ധ മാറരുത്. അതിനുവേണ്ടിയാണ് സംഖ്യ അടക്കം പറഞ്ഞത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച നാടാണ് മക്ക. എന്നാൽ ചില മഹാന്മാര് പറയുന്നു മക്കയേക്കാൾ ബഹുമാനമുണ്ട് മദീനക്ക്. അത് പറഞ്ഞ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പൊ നിങ്ങൾക്ക് തോന്നണ്ട അതിലൊരു തർക്കമുണ്ടെന്ന്. തർക്കമില്ലാത്ത ഒരു മസ്അലയുണ്ട്. ഒരു ഇമാമിനും ഒരു സഹാബിക്കും തർക്കമില്ലാതെ. എന്താണ്? ലോകത്തുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരം തൊട്ടുകിടക്കുന്ന സ്ഥലമാണ്. അതിൽ ഒരു ഇമാമിനും തർക്കമില്ല, ഒരു സഹാബിക്കും തർക്കമില്ല. അത് കഴിച്ച് പിന്നെയും കുറെ സ്ഥലമില്ലേ മദീനയിൽ. ആ സ്ഥലത്തെ കുറിച്ച് മാത്രമാണ് ചർച്ച. അതിൽ തന്നെ കഅബ നിൽക്കുന്ന സ്ഥലമല്ലേ മക്ക. ആ മക്കയേക്കാൾ മദീനക്ക് ബഹുമാനമുണ്ടെന്ന് വരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ചില മഹാന്മാര് പറയുന്നു. കാരണം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയാണ് അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ മദീന. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മദീന പ്രിയങ്കരമാക്കണേ. കഹുബ്ബിന മക്ക, മക്കയെ പ്രിയങ്കരമാക്കിയത് പോലെ പോരാ, ഔ അശദ്ദ, മക്കയേക്കാൾ പ്രിയങ്കരമാക്കണേ. വസഹ്ഹിഹാ, ആ മദീനയിൽ നീ ആരോഗ്യം നൽകണേ. പോരാ, ആ മദീനയിൽ വെച്ച് മരിക്കാൻ താല്പര്യപ്പെടണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറയുന്നു മനിസ്തതാഅ യമൂത ബിൽ മദീനതി, മദീനയിൽ വെച്ച് ഒരാൾക്ക് മരിക്കാൻ കഴിയുമോ? ഫൽയമുത് ബിഹാ, അവിടെ വെച്ച് മരിക്കട്ടെ.
എന്ന് പറഞ്ഞാൽ മദീനയിൽ വെച്ച് ആത്മഹത്യ ചെയ്യണമെന്നല്ല കേട്ടോ. ആത്മഹത്യ ഒരാൾക്കും അനുവദിച്ചിട്ടില്ല. അല്ലാഹു കാക്കട്ടെ, അത് ദുഷിച്ച മരണമാണ്. അല്ലാഹു കാക്കട്ടെ. അതേ സമയത്ത് ഒരാള് മദീനയിൽ തന്നെ പോയി കൂടിയാൽ മരിക്കുമ്പോ അവിടുന്ന് മരിക്കാൻ കഴിഞ്ഞേക്കുമെന്ന നിലക്ക് മദീനയിൽ പോയി കൂടിയാലല്ലേ മദീനയിൽ മരിക്കാൻ സാധിക്കുക. അതുകൊണ്ടല്ലേ വിദേശ രാജ്യങ്ങളിൽ പോയി ബിസിനസ് നടത്തുന്ന പലരും, അവിടെ തൊഴിലെടുക്കുന്ന പലരും പ്രായമായി വയ്യാതെ വരുമ്പോ ഇനി ഞാനങ്ങ് നാട്ടിലേക്ക് പോവാണ്, കാരണം എനിക്ക് ഇവിടെ വെച്ച് മരിക്കാൻ കഴിയൂല എന്ന് ചിന്തിക്കുന്നത് നമ്മൾ കാണാറില്ലേ. അപ്പോൾ ഒരു നാട്ടിൽ പോയി ജീവിക്കുമ്പോ അവിടെ മരിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു നിശ്ചയിച്ച സമയത്ത് സ്ഥലത്ത് വെച്ച് മരിക്കുമെങ്കിലും കാരണങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് മദീനയിൽ വെച്ച് മരിക്കുന്നതിനെ കുറിച്ച് നബി തങ്ങൾ പറയാണ്, ഫഇന്നീ അസ്ഫഉ ലിമൻ യമൂതു ബിഹാ. മദീനയിൽ വെച്ച് മരിക്കുന്നവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുന്നതാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഹബീബായ നബി തങ്ങൾ അതാ ഓഫർ പറയുന്നു. പോരാ, ആ നബി തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. അതേ പടച്ച റബ്ബിനോട് ദുആ ചെയ്യാണ്. മക്കയിലുള്ള ബർക്കത്ത് പോരാ, മദീനയിൽ അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി, മദീനയിൽ നീ ആക്കണേ അല്ലാഹ്, സ്ഥാപിക്കണേ അല്ലാഹ്. ളിഫൈ മാ ജഅൽത ബി മക്കത മിനൽ ബറകാത്ത്, മക്കയിൽ നീ എത്ര ബർക്കത്ത് നീ സ്ഥാപിച്ചിട്ടുണ്ടോ അതിന്റെ ഡബിൾ ബർക്കത്ത് നീ മദീനയിൽ തരണേ അല്ലാഹ്. ദുആ ചെയ്യുന്നത് ആരാ സുഹൃത്തുക്കളെ? ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നബി തങ്ങളുടെ ദുആയാണ്. മക്കയിൽ ഇരട്ടി ബറക്കത്ത്, മക്കയിലുള്ളതിന്റെ ഇരട്ടി ബറക്കത്ത് മദീനയിൽ തരണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്ത് കിട്ടൽ ആരുടേതാണ്? ദുആക്ക് ഇജാബത്ത് കിട്ടൽ ആരുടേതാണ്? എല്ലാവരുടെ ദുആക്കും ഒരുപോലെ ഇജാബത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹറാമ് തിന്നുകയും ഹറാമ് കുടിക്കുകയും ഹറാമ് ധരിക്കുകയും ഹറാമിൽ നടക്കുകയും ചെയ്യുന്നവർ യാ റബ്ബി യാ റബ്ബി പറഞ്ഞാൽ അന്നാ യുസ്തജാബു ലഹു, എങ്ങനെ ഉത്തരം കിട്ടാനാണ്? ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ദുആ നടത്തുന്ന നാവ് ഗീബത്ത് പറയാത്ത നാവാകണം, ഏഷണി പറയാത്ത നാവാകണം, ആലിമീങ്ങളെ ദുഷിക്കാത്ത നാവാകണം, തങ്ങന്മാരെ നിന്ദിക്കാത്ത നാവാകണം, അതേ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാത്ത നാവാകണം, മുസ്ലിം ഉമ്മത്തിനെ ഒന്നിപ്പിക്കുന്ന നാവാകണം, അതേ മനുഷ്യന് നന്മ പറഞ്ഞു കൊടുക്കുന്ന നാവാകണം, കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി സംസാരിക്കുന്ന നാവാകണം, അയൽവാസികൾക്ക് നന്മ ചെയ്യാൻ പറയുന്ന നാവാകണം. ഓ സുഹൃത്തുക്കളെ, ഗീബത്തും നമീമത്തും പറയുന്ന നാവ് കൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമോ? ഹറാമ് കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമോ? അതുകൊണ്ട് ഖുർആൻ പറയുന്നു, വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരെ ദുആക്ക് നമ്മൾ ഉത്തരം ചെയ്യുമെന്ന് അല്ലാഹു പറയാണ്. അപ്പോൾ അല്ലാഹു ദുആക്ക് ഉത്തരം ചെയ്യുന്നത് സൽക്കർമ്മികളുടെ ദുആക്കാണെങ്കിൽ സുബ്ഹാനല്ലാഹ്. കേട്ടിട്ടില്ലേ നിങ്ങൾ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും ബഹുമാനല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നബിയുടെ ഭാര്യമാരെ നിങ്ങളാരും വേറെ സ്ത്രീകളെ പോലല്ല എന്ന് ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായപ്പോൾ അവർക്കും വലിയ ബഹുമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ട എല്ലാവർക്കും ബഹുമാനം. ബാബു ഹുബ്ബുൽ അൻസാരി മിൻ അലാമത്തിൽ ഈമാൻ, അൻസാരികളെ സ്നേഹിക്കുന്നത് ഈമാനിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ അധ്യായം ബുഖാരിയിൽ. എന്താ അൻസാരികൾ? മദീനക്കാരെ സ്നേഹിക്കല് അത് ഈമാനിൽപ്പെട്ടതാ. അതൊരു പ്രത്യേക അധ്യായം. സുബ്ഹാനല്ലാഹ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പറയണോ? അത് ഈമാനാ, അത് ഈമാനാ. എന്നാ സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹുവിന്റെ ഭാര്യ ആയിഷ ബീവിന്റെ അടുത്ത് വന്ന് മുൻകദിർ റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമം, സാമ്പത്തിക പ്രയാസം ഒന്നുമില്ലല്ലോ മുൻകദിറെ ഇവിടെ തരാൻ. 10,000 കിട്ടിയാ 10,000 ഞാൻ കൊടുത്തേക്കും തന്നെ ആയിഷ.
എന്താ മനസ്സ്! 10,000 കിട്ടിയാ 10,000 കൊടുത്തു. മുങ്കതിർദാല് വീട്ടിൽ നിങ്ങൾ ഇറങ്ങുമ്പോഴേക്കതാ ഒരാൾ കൊടുത്തയച്ചിരിക്കുന്നു 10,000 ദിർഹം. 10,000 കൊടുത്തയച്ചു. വാക്ക് പറഞ്ഞാ പാലിക്കണ്ടേ? 10,000 കൊടുത്തയച്ചു. ബഹുമാനപ്പെട്ട മുങ്കദിർ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചു. 10,000 1,000 എടുത്തിട്ട് അങ്ങാടി പോയിട്ട് 4 അടിമ സ്ത്രീകളെ വാങ്ങും. ആ അടിമ സ്ത്രീകൾ, ഒരു അടിമ സ്ത്രീക്ക് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് 3 കുട്ടികൾ ജനിച്ചു. അതിലൊന്നാണ് മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ. 3 വലിയ ഔലിയാക്കളാണ്, വലിയ മഹാന്മാരാ. കാരണം ആയിഷ ബീവിന്റെ കൈയോട്ട് കിട്ടിയോണ്ട് വാങ്ങിയതല്ലേ. മഹാന്മാരും മഹദികളും സാധനം കൊടുത്തിട്ട് അതുകൊണ്ട് വാങ്ങിയതിന് വലിയ ബർക്കത്താ. അതുകൊണ്ടാ ചിലര് ഉസ്താദെ ഒരു ഉറുപ്പിയെങ്കിലും തരണമെന്നറിയും ചിലപ്പോ, അല്ലെ തങ്ങന്മാരുടെ ഉറുപ്പിയെങ്കിലും വാങ്ങും. മഹാന്മാർ തന്നാൽ അതിന് വലിയ ബർക്കത്താ. ആയിഷ ബീവി കൊടുത്തോണ്ട് വാങ്ങിയതാ. അതിലുണ്ടായ 3 മക്കളും ഔലിയാക്കളാ. ആ ഔലിയാക്കളിൽപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു മഹാനവർകൾക്ക് ഒരാൾ സാധനം കൊണ്ടുപോയി സൂക്ഷിക്കാൻ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, സൂക്ഷിക്കാൻ കൊടുത്തത് നഷ്ടപ്പെട്ടു പോയി. മറ്റേ ആൾ വന്ന് സാധനം ചോദിക്കുകയാണ്. മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ തങ്ങൾ രാത്രി എഴുന്നേറ്റിട്ട് അള്ളാഹിനോട് ഒരൊറ്റ ചോദ്യം, പടച്ചവനെ കൊടുക്കാനുള്ളത് നീ തന്നെ തരണം. പറഞ്ഞു തീരുമ്പോ ഒരു ശബ്ദം കേൾക്കുന്നു, ഖുദ് ഹാദിഹി, പിടിച്ചോ പിടിച്ചോ, നിനക്കെന്നെ കാണാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. കൈ നീട്ടി നോക്കുമ്പോൾ കിട്ടിയതൊരു സഞ്ചി, മുളിച്ചു നോക്കുമ്പോൾ കൊടുക്കാനുള്ള സംഖ്യ കൃത്യമായി അതിലുണ്ട്. അങ്ങനെയല്ലേ മഹാന്മാരെ ദുആ? എങ്കിൽ പിന്നെ ഹബീബായ നബിതങ്ങളെ ദുആ പറയണോ? സുഹൃത്തുക്കളെ, നബിതങ്ങളെ ദുആയാണ് അല്ലാഹുമ്മ ജഅൽ ഫിൽ മദീനതി, മദീനയിൽ നീ ആക്കണേ അല്ലാഹ് ലിഅഫൈ മാ ജഅൽത ബിമക്ക, മക്കയിലുള്ളതിന്റെ ഡബിളാക്കണം അല്ലാ. എന്ത് മിനൽ ബറക്ക, ബറക്കത്ത് നേരെ ഡബിൾ ബറക്കത്ത് മദീനയിൽ സ്ഥാപിക്കണേ അല്ലാ. ബുഖാരി മുസ്ലിമിലെ ഹദീസാണ്. മുഅ്മിനീങ്ങളെ, ബറക്കത്തിന് വിശ്വാസമില്ലാത്തവര്, ബുഖാരി മുസ്ലിം പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ അംഗീകരിക്കാത്തവര്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കാത്തവര്, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം മനസ്സിലില്ലാത്തവര്, അവർക്ക് മദീനയിൽ പോവാന്ന് പറയുമ്പോ ഒരു വിഷമമാണ്. അല്ലാഹു അത്തരത്തിൽ ഒന്നും നമ്മളെയോ നമ്മുടെ സന്താന പരമ്പരകളെയോ പെടുത്താതിരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് കൊടുത്ത സർവ ബഹുമാനവും അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഹജ്ജ് ചെയ്താൽ എത്രയാ പ്രതിഫലം? അത് വലിയ പ്രതിഫലം. കയൗമ വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ചാലുള്ള കുട്ടിയെ പോലെ സംശുദ്ധമാകുമെന്നല്ലേ ഹദീസിലുള്ളത്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അതാ മദീനയുടെ സമീപത്തുള്ള ഒരു താഴ്വരയെ സംബന്ധിച്ച് പറയാണ്. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടതാണ്. താഴ്വരയിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ്, എന്റെ അടുക്കൽ ഒരാൾ ഇന്ന് രാത്രി വന്നിട്ട് പറഞ്ഞു, സല്ലി ഫീ ഹാദൽ വാദിൽ മുബാറക്, ഈ അനുഗ്രഹീതമായ താഴ്വരയിൽ വെച്ച് നിസ്കരിച്ചോ നബിയേ. എന്നിട്ട് പറഞ്ഞു, വഖാല ഉംറത്തുൻ ഫീ ഹജ്ജത്തിൻ വഖുൽ ഫീ റിവായത്തിൻ വഖുൽ ഉംറത്തുൻ വഹജ്ജ, ഒരു ഉംറയും ഹജ്ജും, ഹജ്ജിന് പോകുന്ന പോക്കിൽ തന്നെ ഉംറയും കൂടി ചെയ്താലുണ്ടാകുന്ന പ്രതിഫലം ഈ താഴ്വരയിലെ നിസ്കാരത്തിനുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ഹബീബായ നബി തങ്ങൾ പോയി നിന്ന ഒരു താഴ്വരക്ക് അല്ലാഹു തആല കൊടുത്തു എന്ന ഹദീസ് ബുഖാരിയിലുള്ളതല്ലേ മുതഅല്ലിമീങ്ങളെ? മിസ്കാത്തിൽ നിങ്ങൾ ഓതിയതല്ലേ? അല്ലാഹുവിന്റെ റസൂൽ നിന്ന സ്ഥലത്തിന്റെ ബറക്കത്ത് എത്രയാണ്, അവിടുന്ന് കിടക്കുന്ന സ്ഥലത്തിന്റെ ബറക്കത്ത് എത്രയാണ്, അവിടുന്ന് വിശ്രമിക്കുന്ന നാട്ടിന്റെ ബറക്കത്ത് എത്രയാണ്. അവിടെ ദജ്ജാലിന് പ്രവേശനമില്ല. അതേ, അവിടുന്ന് ജനിച്ച നാട്, അവിടുന്ന് കിടക്കുന്ന നാട്, അവിടെ ദജ്ജാലിന് പ്രവേശനമില്ല. ലാ യദ്ഖുലുൽ മദീനത വഅബുൽ മസീഹി ദജ്ജാൽ.
നിങ്ങൾ 5 നേരം കാവൽ ചോദിക്കുന്ന ദജ്ജാലിന്റെ ഭയം മദീനക്കില്ല. മദീനയിലേക്ക് ദജ്ജാലിന് പ്രവേശനമില്ല. ലഹാ യൗമൈൻ സബ്അതു അബ്വാബ്. മദീനക്ക് 7 കവാടങ്ങളാണെന്ന്. അലാ കുല്ലി ബാബിൻ മലക്കാനി. 2 മലക്കുകൾ അതാ മദീനയുടെ ഗേറ്റിങ്കല് ദജ്ജാലിനെ പ്രതിരോധിക്കാൻ ഉപരോധിക്കാൻ നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, മൻ ഹജ്ജ ഫസാറ ഖബ്രി ബഅദ മൗതി. ഹജ്ജ് ചെയ്തിട്ട് എന്റെ വഫാത്ത്